കോപം കൊണ്ട് അന്ധനായ കംസൻ തൻ്റെ പിതാവും ചക്രവർത്തിയുമായ ഉഗ്രസേനെ ചങ്ങലകളാൽ ബന്ധിച്ച് തടവറയിൽ അടച്ചു. അതിനുശേഷം കംസൻ രാജഭരണം ഏറ്റെടുത്തു. കംസന്റെ ഉപദ്രവം മൂലം യാദവരെല്ലാം പലായനം ചെയ്തു. കംസൻ ദേവകിയുടെ 6 ശിശുക്കളെയും വധിച്ചു. യോഗമായ ദേവകിയുടെ 7ാമത്തെ ഗർഭം രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചു. പിന്നീട് 5 ദിവസങ്ങൾക്ക് ശേഷം ഭാദ്രമാസത്തിൽ ശുക്ലപക്ഷത്തിന്റെ 6ാം തീയതിയിൽ നന്ദഗോപന്റെ ഗൃഹത്തിൽ വസുദേവന്റെ പത്നിയായ രോഹിണിയിൽ ആ പരമാത്മാവ് ജന്മമെടുത്തു. ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി. നന്ദഗോപൻ കുട്ടിയുടെ ജാതക കർമാദികൾ നടത്തുകയും ബ്രാഹ്മണർക്ക് 1 ദശലക്ഷം പശുക്കളെ ദാനം നൽകുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം വളരെ ശുഭകരമായ ഉത്സവം ആഘോഷിച്ചു. ദേവല, ദേവരഥ, വസിഷ്ഠ, ബൃഹസ്പതി, വ്യാസമഹർഷി എന്നിവർ അവിടെ എത്തിയപ്പോൾ നന്ദഗോപൻ അവരുടെ പാദങ്ങൾ കഴുകി ആരാധിച്ചു.